Hi friends, welcome to our channel Key on Fire. നമ്മൾ ക്യുസാറ്റിൻ്റെ PVQs ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഹോംവർക്ക് പ്രോബ്ലം നമ്മൾ ചെയ്തു, നമ്മൾ കണ്ടു. അതിൻ്റെ ഒന്ന് സൊല്യൂഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ക്ലൂവും തന്നിട്ടുണ്ടായിരുന്നു. ലെറ്റ് us start doing that thing. Okay. A system consists of two identical spheres, each of mass 1.5 kg and radius 50 centimeters at the ends of a light rod. The distance between the centers of two spheres is 5 meter. Total distance is 5 meter. It is given. So half the distance is 2.5 meters. What will be the moment of inertia of the system about an axis perpendicular to the rod passing through the midpoint? അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. രണ്ട് സ്ഫിയർ ഉണ്ട്. ആ രണ്ട് സ്ഫിയറിനെ കണക്ട് ചെയ്തിട്ട് ഒരു ലൈറ്റ് റോഡുണ്ട്. ആ ലൈറ്റ് റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതേ ലൈറ്റ് റോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ആ ആക്സിസിൽ വാട്ട് വിൽ ബി ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ നമുക്കൊരു സ്ഫിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അറിയാം, പക്ഷേ അതല്ല ചോദിച്ചേക്കുന്നത്. അത് സ്ഫിയറിൻ്റെ സെൻറ്ററിൽ അറിയാമെങ്കിൽ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് നമുക്ക് തൊട്ട് ഇപ്പുറത്തുള്ള പാരലലായിട്ടുള്ള ഒരു ആക്സിസിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ്സ് ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്ഫിയറിൻ്റെ ഇക്വേഷൻ ഈസ് എന്താ 2/5mr². അത് നിങ്ങൾ ഓർത്തിരിക്കുക. r ഈസ് എ റേഡിയസ് ഓഫ് ദിസ് സ്ഫിയർ. ദെൻ പ്ലസ് പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് ഇതിൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ എഗെയിൻ m ഇൻറ്റു ഞാൻ rx എന്ന് ഇടുകയാണ്, rx². rx എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. ഫോർ സ്ഫിയർ ഇറ്റ് ഈസ് 2/5mr². എന്നിട്ട് അതിന് പാരലലായിട്ട് വല്ലതുമാണ് ചോദിച്ചേക്കുന്നത് ഇത്. ഇനിയിപ്പോൾ രണ്ട് സ്ഫിയർ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് I ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് × 2 വരും. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. വാട്ട് ഈസ് എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദിസ് സിസ്റ്റം ഈസ് മാസ് ഓഫ് ദിസ് സ്ഫിയർ ഈസ് 1.5 kg. ഇനി റേഡിയസ് എന്താ? റേഡിയസ് ഓഫ് സ്ഫിയർ ഈസ് 0.5 meters. 50 centimeter എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് വി ആർ ചേഞ്ചിങ് ടു 0.5 meters. അഗെയിൻ വാട്ട് ഈസ് പിന്നെ എന്താ വെച്ചാൽ ഡിസ്റ്റൻസ് rx എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2.5. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, ഇത്രയും മീറ്റേഴ്സ്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വൺ ആൻഡ് ഫൈൻഡ് ദ ആൻസർ. നിങ്ങൾ സ്വന്തം ചെയ്യാൻ പറ്റും നോക്കുക. 2/5 ഇൻറ്റു എം ഈസ് എത്രയാ? 1.5 ഇൻറ്റു വാട്ട് ഈസ് ആർ 0.5² പ്ലസ് എം ഈസ് 1.5 ഇൻറ്റു ക്യാപിറ്റൽ ദിസ് rx ഈസ് 2.5² ഇൻറ്റു 2. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് തിങ്. അതായത് 0.5 ഇൻറ്റു 0.5 ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.3 വന്നു. സോ 625 ഇൻറ്റു എത്രയാ? 625 ഇൻറ്റു 6. സോ 3 6 2 12 15 26 37 അല്ലേ? 3.75. 5 25 25 3 5 25 23 25 1.5 അല്ലേ? അല്ലെ ഞാൻ തിരിച്ച് പോയിന്റ് ഇല്ലാതെ ആക്കാം. ദാറ്റ് വിൽ ബി ഈസി. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ടായി. 2 ഇൻറ്റു 3 ഇൻറ്റു 0.5 അല്ല 5 ഇൻറ്റു 5 ദാറ്റ് ഈസ് 25. അപ്പോൾ എല്ലാം കൂടെ ബൈ 1000. ഓക്കെ, ഇവിടെ ഒരു 0.3 ഉണ്ട്, ഇതിൽ രണ്ടെണ്ണം ആകുമ്പം ദെൻ എഗെയിൻ ഇറ്റ് ഈസ് 15 ഇൻറ്റു 25 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 2. സോ 25 150. plus again what is happening here? 25 into 6 എന്നല്ലേ? 3 okay, that is 150. Here it is 25 625 into 15. 2 10 12 6 30 31. സോ 1 5 21 2 6 1 6 5 7 3 9 9376. ദാറ്റ് മീൻസ് 9376 ഡിവൈഡഡ് ബൈ 1000. ഇനി ഇത് ആഡ് ചെയ്താൽ എത്ര കിട്ടും? 150 ആകുമ്പോൾ 6 അല്ലേ? 6 2 3 1 4 1 5 9526 ഇൻറ്റു 2. ഇനി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ ബൈ 1000 ഉണ്ടല്ലോ. സോ ആൻസർ ഈസ് 19.052. ദാറ്റ് മച്ച് kg per
meter square. So that is the answer. Okay, 19. Option C is the right answer. അപ്പോൾ വളരെ സിമ്പിൾ അല്ല, ഈ ഒരു കാൽക്കുലേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ കാൽക്കുലേഷൻ തെറ്റിക്കാണ്ട് ചെയ്യുക. ദാറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ലെങ്തി. എന്തായാലും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഇത് മാത്രം ഓർത്തിരിക്കുക. ഫോർ സ്ഫിയർ ഇറ്റ് ഈസ് 2/5 mr². ഫോർ റിംഗ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഫോർ റിംഗ് ഇറ്റ് ഈസ്, റിങ്ങിന് 2 ആക്സസ് ഉണ്ട്. എബൌട്ട് ദ സെൻറ്റർ, അതായത് ഈ പ്ലെയിനിന് സെൻറ്റർ ആയിട്ടുള്ളതും ഡയമട്രിക്കൽ ആക്സസും. അതുമാതിരി തന്നെ ഡിസ്കിനും പഠിച്ചു. mr²/2 mr²/4. റിങ്ങിൻ്റെ കേസിൽ mr²/2 ഡയമട്രിക്കൽ കേസിൽ. അതൊക്കെ ഒന്ന് നോക്കിയേക്കാം. ദെൻ സ്ഫിയർ, പിന്നെ ഒരു റോഡ്. ഇത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ചില കേസിൽ നമുക്ക് റെക്റ്റാങ്കിൾ ആയിട്ടുള്ള കേസും വരാറുണ്ട്, അതും ഒന്ന് നോക്കിയേക്കാം. ക്യുസാറ്റിൽ അത് വരാറുണ്ട്, കീമിൽ കണ്ടിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. എ സ്റ്റീൽ വയർ ഹാവിങ് എ റേഡിയസ് ഓഫ് 2 mm carrying a load of 4 kg is hanging from ceiling. Given that G is 3.1 pi meter per second square, what will be the tensile stress that would be developed in the wire? അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു വയറുണ്ട്, ആ വയർ ഇങ്ങനെ ഇട്ടേക്കുവാണ്. ആ വയറിൻ്റെ അറ്റത്തൊരു ലോഡുണ്ട്. സോ ദാറ്റ്സ് ലോഡ് ഈസ് 4 kg. അപ്പോൾ ഈ വയർ ഇങ്ങോട്ട് വരുന്നു, അന്നേരം ഇതിന് വെയിറ്റ് താഴേക്കുണ്ട്. നമ്മൾ പഠിച്ചു എന്താണ് ടെൻസൈൽ ഫോഴ്സ് അല്ലെ ടെൻഷൻ ഇൻ ദ വയർ എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ദ കോണ്ടാക്ട് പോയിന്റ്. ഇവിടുത്തെ കോണ്ടാക്ട് പോയിന്റ് ഇതാണ്, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങോട്ടായിരിക്കും. സോ ടെൻഷൻ ഈസ് ദെയർ. അപ്പോൾ ഇവിടുത്തെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ, സോ വാട്ട് ഈസ് ദ ഫോഴ്സ് ഹിയർ? ഇറ്റ് ഈസ് mg. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് ടെൻഷൻ. സോ വേറെ ഫോഴ്സ് ഒന്നും ഇതിൽ ആക്ട് ചെയ്യുന്നില്ല. സോ വി നോ ദാറ്റ് എന്താണ് ടെൻഷൻ ഈസ് ഈക്വൽ ടു m × g. അതിൽ m എത്ര തന്നേക്കുന്നത്? വാട്ട് ഈസ് ഗിവൺ ആസ് m ഈസ് ഈക്വൽ ടു 4 kg. ദെൻ g ഈസ് ഗിവൺ ആസ് 3.1 pi meter per second square. ഇത് രണ്ട് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 × 3.1 pi. ഇത്രയും ന്യൂട്ടൺ ആണ് അതിൻ്റെ ടെൻഷൻ. ഇനി വാട്ട് ഈസ് നമ്മളോട് ചോദിച്ചേക്കുന്ന ടെൻഷൻ അല്ല, വാട്ട് ഈസ് എ ടെൻസൈൽ സ്ട്രെസ് ആണ് ചോദിച്ചേക്കുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ഈസ് എ പ്രഷർ. സോ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഡിവൈഡഡ് ബൈ ഏരിയ. ഈ ടെൻഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ഈ വയറിൻ്റെ ഏരിയയിലാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. സോ ആ ടെൻഷൻ പോകുന്നത് ത്രൂ വയറാണ്. സോ ടെൻഷൻ ഈസ് 4 × 3.1 pi ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ ഏരിയ? ഏരിയ നമുക്കറിയാം, ഡയമീറ്റർ അറിയാം. ഏരിയ ഈസ് πr², അല്ലേ 5/4 d², πr². റേഡിയസ് ആണ്. സോ πr². സോ റേഡിയസ് ഈസ് ഗിവൺ ആസ് 2 mm. അപ്പം നമുക്കതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മറക്കരുത്, 1000. സോ പൈ × 2/1000 ദ ഹോൾ സ്ക്വയർ. സോ അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ × സോ അതുകൊണ്ടാണ് ഇവിടെ പൈൻ്റെ ടേംസിൽ തന്നേക്കുന്നത്. 2/1000 × അപ്പോൾ πr². ടെൻഷൻ ഡിവൈഡഡ് ബൈ ടെൻഷനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ യു ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് ദ ടെൻഷൻ mg. വെയിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബട്ട് ഹിയർ വി ആർ ആസ്കിങ് എന്താണ്? ടെൻസൈൽ സ്ട്രെസ് ആണ്. സോ ടെൻഷൻ ബൈ ഏരിയ കണ്ടുപിടിക്കണം. സോ ഈ പൈ ക്യാൻസൽ ചെയ്യാം. 4 × 3.1 ഡിവൈഡഡ് ബൈ 2 × 2. ഇത് മുകളിലേക്ക് പോകുമ്പോൾ എന്താകും? 10⁻6 ആകും. ഓക്കെ, അപ്പോൾ ഇത് വെട്ടിക്കളഞ്ഞാൽ 2 വെട്ടി. സോ ആൻസർ ഈസ് 3.1 × 10⁻6. അത്രയും ന്യൂട്ടൺ പെർ meter square. ടെൻസൈൽ സ്ട്രെസ് ആയതുകൊണ്ടാണ്. ഇറ്റ് ഈസ് നോട്ട് ടെൻഷൻ, ടെൻസൈൽ സ്ട്രെസ്. സോ ടെൻഷൻ ഡിവൈഡ് ബൈ ഏരിയ. ഏരിയ ഓഫ് ദാറ്റ് വയർ ആണ് നമ്മൾ എടുക്കേണ്ടത്. വി നോ ടെൻഷൻ ഈസ് ഈക്വൽ ടു താഴേക്കുള്ളത്. അത് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ കിട്ടും. ദർ ഇസ് നോ അതർ ഫോഴ്സ്, ഓൺലി വെയിറ്റ് ഈസ് ആക്ടിങ്. സോ 4 kg ഈസ് ആക്ടിങ്. ഇനി ചിലപ്പോൾ ഇതിൻ്റെയും കൂടെ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഡെൻസിറ്റി ഒന്നും തന്നിട്ടില്ലല്ലോ. സോ വി ഡോണ്ട് നോ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ. സോ തന്നിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യു ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ദ വെയിറ്റ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ്. സോ 4 kg വെയിറ്റ് അറ്റാച്ച് ചെയ്തു. എപ്പോഴും ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ്. സോ ടെൻഷൻ ഈസ് ഈക്വൽ ടു വെയിറ്റ്, ദാറ്റ് ഈസ് mg കിട്ടി. mg ബൈ ഏരിയ. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ഈസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓൾസോ ഇതേമാതിരി തന്നെ എക്സ്റ്റൻഷൻ്റെ ഒരു പ്രോബ്ലം ആണ്. വെൻ എ ബ്ലോക്ക് ഓഫ് മാസ് m ഈസ് സസ്പെൻഡഡ് ബൈ എ ലോങ് വയർ ഓഫ് ലെങ്ത് L, the length of wire becomes L by L plus L. The elastic potential energy stored in the extended wire. എന്ന് വെച്ചാൽ ഇതാണ് എക്സ്റ്റൻഷൻ. ഒരു ബ്ലോക്ക് ഓഫ് മാസ്, ലോങ് ആയിട്ടുള്ള വയറിൽ ഒരു ബ്ലോക്ക് ഓഫ് മാസ് നമ്മൾ അറ്റാച്ച് ചെയ്തു. സോ ദാറ്റ് ഈസ് അറ്റ്സ് മാസ് ഈസ് m.
ആൻഡ് ഇതിൻ്റെ ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ്. ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് ഇച്ചിരി കൂടെ നീണ്ടു വന്നു. അതിനുശേഷം ഇതിനൊരു എക്സ്റ്റൻഷൻ സംഭവിച്ചു. സോ L ബിക്കംസ് ദിസ് വൺ ഈസ് സ്മോൾ l. സോ L ബിക്കംസ് L പ്ലസ് L. ടോട്ടൽ ലെങ്ത് ആണ് ഈ പറയുന്നത് L പ്ലസ് L. ഇത്ര തന്നിട്ടുള്ളൂ. സോ വാട്ട് ഈസ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി? സോ വി നോ ദാറ്റ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു വാട്ട് വാസ് ദി ഇക്വേഷൻ? ഫോഴ്സ് ഇൻറ്റു എക്സ്റ്റൻഷൻ. ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു എക്സ്റ്റൻഷൻ. രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഐദർ ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു എക്സ്റ്റൻഷൻ. സോ ഇതിൻ്റെ ഫോഴ്സ് എത്രയാണ് ഉള്ളത്? ഫോഴ്സ് ഈസ് mg. ആ ഒരൊറ്റ ഫോഴ്സ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുള്ളൂ. സോ ഹാഫ് ഇൻറ്റു എം ക്യാപിറ്റലാണ് തന്നിരിക്കുന്നത്. സോ എം ഇസ് ക്യാപിറ്റൽ, ലെറ്റ് ഇറ്റ് ബി ക്യാപിറ്റൽ എം. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ജി. ഇനി വാട്ട് ഈസ് എക്സ്റ്റൻഷൻ? എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടിയേക്കുന്നത് സ്മോൾ എൽ ആണ്. സോ ഇറ്റ് ഈസ് എ ആൻസർ mgl/2. സോ വിച്ച് വൺ ഈസ് എ ആൻസർ? mgl/2. ദിസ് വൺ ഈസ് എ ആൻസർ. ഇത് നമുക്ക് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിക്ക് വേറെ ഇക്വേഷനും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് u ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു രണ്ട് ഇതിലും ചെയ്യാം. ദിസ് വൺ ഈസ് ഈസി ഫോർ ഹിയർ. ഇറ്റ് ഈസ് വോളിയം. സോ ഇവിടുത്തെ സ്ട്രെസ് എത്രയാണ്? ഹാഫ് ഇൻറ്റു ഫോഴ്സ് നമുക്കറിയാം mg. സ്ട്രെസ് എത്രയാണ്? ബൈ ഏരിയ. ഇതിൻ്റെ ഏരിയ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ തന്നെ ഏരിയ ഇൻറ്റു സ്ട്രെയിൻ എത്രയാണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ Δl/L. ഹിയർ ഇറ്റ് ഈസ് Δl എന്ന് പറഞ്ഞാൽ സ്മോൾ എൽ ആണ്. Δl/ഒറിജിനൽ എൽ, ദാറ്റ് ഈസ് എ സ്ട്രെയിൻ. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു എൽ, ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ഈ എൽ ക്യാൻസൽ ചെയ്തു. അഗെയിൻ സ്റ്റിൽ വി ആർ ഗെറ്റിംഗ് mg സ്മോൾ l/2. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു എക്സ്റ്റൻഷൻ. ഇനിയിപ്പോൾ ചിലപ്പം യങ്സ് മോഡുലസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് തരുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഫോർമുല ഓൾസോ. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ബൈ ആ ഇക്വേഷനിൽ ഇലാസ്റ്റിക് മോഡുലസ് ഒക്കെ തരുവാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഫോർമുല. ഈ രണ്ട് ഫോർമുല ഒന്ന് ഓർത്തിരിക്കുക. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി അതുപോലെ തന്നെ രണ്ട് ഇക്വേഷൻ, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ രണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കുക. ദെൻ വി ക്യാൻ ഡു ദിസ് പ്രോബ്ലം വെരി ഈസിലി. നെക്സ്റ്റ് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ഫ്ലോർ ഓഫ് ആൻ എലിവേറ്റർ ഡ്രോപ്സ് എ കോയിൻ. ദ കോയിൻ റീച്ചസ് ദ ഫ്ലോർ ഇൻ ടൈം ടി. ഒരു കോയിൻ ഇട്ടു, ആ കോയിൻ ടി ടൈമിലാണ് വന്നത്. ഇഫ് ദ എലിവേറ്റർ ഈസ് അറ്റ് റെസ്റ്റ്, if the elevator is at rest, and in T2 if the elevator is moving uniformly, then which of the following option is correct? അപ്പോൾ ഒരു ആൾ ഒരു എലിവേറ്ററിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എലിവേറ്റർ സ്റ്റോപ്പ് ആയിരിക്കുന്ന സമയത്ത്, എലിവേറ്റർ അനങ്ങാതെ നിൽക്കുന്ന സമയത്ത് അയാൾ ഇങ്ങനെ ഒരു കോയിൻ ഡ്രോപ്പ് ചെയ്തു. സോ ഒരു കോയിൻ ഡ്രോപ്പ് ചെയ്തപ്പോൾ ടി സെക്കൻഡിലാണ് അത് ആ എലിവേറ്ററിൻ്റെ ഫ്ലോറിലേക്ക് എത്തിയത്. ഓക്കെ, ഇനി എന്ത് സംഭവിച്ചു? എലിവേറ്റർ മൂവ് ചെയ്യാൻ തുടങ്ങി. എലിവേറ്റർ അപ്പാണോ ഡൗൺ ആണോ നമ്മൾ പറഞ്ഞിട്ടില്ല. എലിവേറ്റർ ഈസ് മൂവിങ്. അന്നേരം അങ്ങേര് ദിസ് വൺ ഈസ് T1. ഇനി അന്നേരം ഒരു കോയിൻ ഡ്രോപ്പ് ചെയ്തു. ബട്ട് ഇറ്റ് ഈസ് മൂവിങ് യൂണിഫോംലി എന്ന് പറയുന്നുണ്ട്. യൂണിഫോം മോഷൻ്റെ കേസിൽ എന്താണ്? മൂവിങ് യൂണിഫോം ആയിട്ടാണ് ഇത് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ ഈസ് 0. അപ്പോൾ ആക്സിലറേഷൻ 0 ആയതുകൊണ്ട് നമ്മുടെ ജീന് ഒരു വ്യത്യാസവും വരത്തില്ല. ആക്ച്വലി മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും ഇഫ് ആക്സിലറേഷൻ ഈസ് ഒരേ ആക്സിലറേഷനിലാണ് അത് മുകളിലേക്ക് പോകുന്നത്. യൂണിഫോം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, മൂവിങ് യൂണിഫോമിൽ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ T1 ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ കേസിൽ T2 ആണെന്ന് പറയുന്നുണ്ട്. T1 ഈസ് ഈക്വൽ ടു T2. ഓക്കെ, ദാറ്റ് ഈസ് ദ ആൻസർ. സോ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻ T1 ഈസ് ലെസ് ദാൻ T2. അപ്പോൾ മുകളിലേക്ക് പോകാനുള്ള താഴെ ഇഫ് ആക്സിലറേഷൻ ഈസ് ഗിവൺ, ആക്സിലറേഷൻ ഉണ്ട്, യൂണിഫോം മോഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വേരീസ്. ബട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് യൂണിഫോം മോഷൻ ആണെന്ന് പറഞ്ഞതുകൊണ്ട് നോ, ഇതല്ല ഡി. T1 ഈസ് ഈക്വൽ ടു T2. രണ്ട് സെയിം ആയിരിക്കും. അയാൾ സ്റ്റാൻഡ് പൊസിഷനിൽ ലിഫ്റ്റ് സ്റ്റാൻഡിലാണ്, അല്ലെങ്കിൽ എലിവേറ്റർ വർക്ക് ചെയ്യുന്നില്ല, മൂവ് ചെയ്യാതെ നിൽക്കുന്ന കേസ് ആണെങ്കിലും, താഴേക്കാണെങ്കിലും മുകളിലേക്കാണെങ്കിലും യൂണിഫോംലി മോഷൻ ആണെങ്കിലും ഈ രണ്ട് കേസിലും അങ്ങേര് കോയിൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ടൈം ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ആ കോയിൻ സെയിം ടൈമിലാണ് താഴേക്ക് വരുന്നത്. സോ ദാറ്റ് വാസ് എ തിയറി ക്വസ്റ്റ്യൻ. Next is also a theory question, depends on other related to surface tension. Okay, a liquid does not wet the solid surface if the angle of contact is. അപ്പോൾ നമ്മൾ പറഞ്ഞു വാട്ടറിൻ്റെ കേസിൽ എന്താണ്, ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനെ വരും, വെള്ളം ഇങ്ങനെയാണ് നിൽക്കുക. അതായത് ഇതുമായിട്ട് ഉള്ള ആംഗിൾ ഈസ് ഇതാണ് നമ്മുടെ കോണ്ടാക്ട് ആംഗിൾ.
കോണ്ടാക്ട് ആംഗിൾ വാട്ടറിൻ്റെ കേസിൽ ലെസ് ദാൻ 90 ആണ്. അപ്പോൾ അന്നേരം എന്ത് സംഭവിക്കും? വെള്ളത്തിന് കുറച്ച്, അതായത് വാട്ടർ അട്രാക്ഷൻ ടുവേർഡ്സ് ദ ഗ്ലാസ് മെറ്റീരിയൽ ഈസ്, ഗ്ലാസ്സിലാണ് ഇത് ഒഴിച്ചേക്കുന്നതെങ്കിൽ എന്തായിരിക്കും? അത് കൂടുതലായിരിക്കും വാട്ടർ ടു വാട്ടർ അട്രാക്ഷനേക്കാളും. സോ വാട്ടർ ടു വാട്ടർ അട്രാക്ഷൻ ഇവിടെയുണ്ട്, വാട്ടർ ടു വാട്ടർ, ഗ്ലാസ് ടു വാട്ടർ. സോ ദിസ് വൺ ഈസ് മോർ ദാൻ വാട്ടർ ടു വാട്ടർ. അപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഗ്ലാസിൻ്റെ സർഫസിൽ ചെരിഞ്ഞ് നിൽക്കും. അതുകൊണ്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ബബിളായി നിൽക്കത്തില്ല, അത് സ്പ്രെഡായിട്ട് ഇങ്ങനെ പോകും. കാരണം അതിനുള്ള അട്രാക്ഷൻ കൂടുതലാണ് ഗ്ലാസിൻ്റെ കേസിൽ. ബട്ട് നമ്മൾ മെർക്കുറിയുടെ കേസിൽ വന്ന് മെർക്കുറിയുടെ കേസിൽ ഇതിങ്ങനെ ബബിളായിട്ട് തന്നെ ഇരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ചേമ്പിലയിലാണ് ഒഴിക്കുന്നതെങ്കിൽ അത് ബബിളായി നിൽക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കേസിൽ ഈ ആംഗിൾ, ഇഫ് ദാറ്റ് ആംഗിൾ, ചേമ്പിലയിലെ ആംഗിൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇഫ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് ലെസ് ദാൻ 90 ആണെങ്കിൽ അതെന്ത് സംഭവിക്കും? അത് നന്നായിട്ട് വെറ്റ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 90 ആണെങ്കിൽ അതിങ്ങനെ ഉരുണ്ട് നിൽക്കും. സോ ദാറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. സോ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് മോർ ദാൻ 90 ആണെങ്കിൽ എന്ത് പറ്റും? അത് വെറ്റ് ചെയ്യിക്കത്തില്ല, അതിങ്ങനെ ബോളായിട്ട് ഉരുണ്ട് നിൽക്കും. സോ ദാറ്റ് ഈസ് ദ ആൻസർ. എ ലിക്വിഡ് ഡസ് നോട്ട് വെറ്റ് ദ സർഫസ് ഓഫ് കോണ്ടാക്ട് ഇഫ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഓക്കെ, സോ ഗ്ലാസും നമ്മുടെ മെർക്കുറിയും കൂടെ ഉള്ള കേസ് ഓർത്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സർഫസ് ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ 3 liquids of densities ρ1, ρ2, ρ3. ρ1 is greater than ρ2, greater than ρ3. Having the same value of surface tension T, rise to the same height. അപ്പം സെയിം സർഫസ് ടെൻഷൻ ആണ്, സെയിം ഹൈറ്റ് ആണ്. 3 identical capillaries. The angle of contact θ1, θ2 and θ3. സോ നമുക്ക് സർഫസ് ടെൻഷൻ്റെ വാല്യൂ അറിയാം. എന്താണ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സർഫസ് ടെൻഷൻ? സർഫസ് ടെൻഷൻ്റെ വാല്യൂയിൽ ഹൈറ്റ് ഇൻ കാപ്പിലറി ഈസ് ഈക്വൽ ടു 2T/ρgr ഇൻറ്റു കോസ് θc. നമ്മുടെ കോണ്ടാക്ട് ആംഗിളാണ് θc. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? സെയിം സർഫസ് ടെൻഷൻ ആണെന്ന് പറയുന്നുണ്ട്. 3 റൈസ് സെയിം ഹൈറ്റിലും ആണെന്ന് പറയുന്നുണ്ട്. സോ ഇതിന് നമുക്ക് റോയാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നത്. സോ മുകളിലേക്ക് റോ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2T/gr ഇൻറ്റു എച്ച് ഇൻറ്റു കോസ് θc. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്തായിട്ട് വരും? റേഡിയസ് എല്ലാം സെയിം അല്ലേ, സെയിം ടൈപ്പ് ഓഫ് കാപ്പിലറി ആണെന്ന് പറയുന്നുണ്ട്, കാപ്പിലറി സാധനമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. സോ റോ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കോസ് θc. ഇനി നോക്കിയാൽ മതി കോസ് തീറ്റയുടെ വാല്യൂ എങ്ങനെയാണ്? നമ്മൾ 0, കോസ് 0 ഈസ് 0, കോസ് 0 ഈസ് 1 ആൻഡ് കോസ് 90 എന്ന് പറയുന്നത്, അതർവൈസ് π/2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0 അല്ലേ. അപ്പോൾ 0 എന്ന് 1ലേക്ക് വേണം. അപ്പോൾ കോസ് θc ρ1 ഈസ് ഗ്രേറ്റർ ദാൻ ρ2 ഗ്രേറ്റർ ദാൻ ρ3 എന്ന് വെച്ചാൽ എന്താണ്? കോസ് θc ഈസ് ഗ്രേറ്റർ, ഇത് രണ്ടും കണക്റ്റഡ് അല്ലേ. സോ കോസ് θc1 കോസ് θc2 ഗ്രേറ്റർ ദാൻ കോസ് θc3. അപ്പോൾ ഇതിന്ന് മുകളിലേക്ക് കോസ് തീറ്റ കൂടുമ്പോൾ, കോസ് തീറ്റ കൂടുന്നു പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? തീറ്റ കുറവാണ്. സോ തീറ്റ ഈസ് ലെസ് ദാൻ, തീറ്റ ഈസ് θ1 C1 കേട്ടോ, θ2 ദെൻ എഗെയിൻ ലെസ് ദാൻ θ3. കാരണം കോസ് തീറ്റ എന്ന് പറയുന്നത് 0 നിന്ന് 1ലേക്ക് പോകുന്തോറും ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു കൊണ്ടുവരികയാണ്. 0 to 90ലേക്ക് പോകുന്തോറും. സോ അതുകൊണ്ട് θ1 ഈസ് ലെസ് ദാൻ θ2 ലെസ് ദാൻ θ3. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് ഓപ്ഷൻ ജിയിലാണ്. അപ്പോൾ ഇറ്റ് മേ ബി ഈക്വൽ ടു 0 ആകാൻ ചാൻസ് ഉണ്ട് അല്ലേ. ചില കേസിൽ ഇത് 0 ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ θc, ഇഫ് ദ θc ഈസ് 0 ആയിക്കഴിഞ്ഞാൽ ഇത് 1 ആവും. ഇതിപ്പോൾ 90 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 1. സോ ദാറ്റ് ഈസ് ദ ആൻസർ. രണ്ടും ഈക്വൽ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. സോ that we can take it as 0. Option C is the right answer. അതായത് കോസ് θc കണ്ടിട്ട് നിങ്ങൾ അത് എഴുതരുത്. കോസ് θcൻ്റെ വാല്യൂ കോസ് θc വെച്ചിട്ട് ഡിഫറെൻറ്റ്. നെക്സ്റ്റ് പ്രോബ്ലം നമ്മൾ ലീസ്റ്റ് കൗണ്ട്, സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ സ്ക്രൂ ഗേജ് ദ ഫോളോയിങ് റീഡിങ്സ് വെൻ യൂസ് ടു മെഷർ ദ ഡയമീറ്റർ ഓഫ് എ വയർ is given as മെയിൻ സ്കെയിൽ റീഡിങ് 0 mm തന്നിട്ടുണ്ട്. സർക്കുലർ റീഡിംഗ് എന്ന് പറയുന്ന 52 ഡിവിഷൻ. അപ്പോൾ മെയിൻ സ്കെയിൽ നമുക്കൊന്നും കിട്ടിയില്ല. പക്ഷെ നമ്മൾ വെർണിയറിൽ നോക്കിയപ്പം അല്ലെങ്കിൽ സർക്കുലർ സ്കെയിലിൽ നോക്കിയപ്പം 52 ഡിവിഷനാണ് ഒരു കുഞ്ഞ് വയറിൻ്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടിയ ആൻസർ. എന്ന് വെച്ചാൽ മെയിൻ സ്കെയിലിൽ 0 mm ആൻഡ് ദെൻ കുഞ്ഞ് റീഡിങ് 52 ഡിവിഷൻ. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ
diameter of the wire. If it is given that 1 mm on main scale, main scale inde 1 mm, main scale inde 1 mm, ഇപ്പോൾ 1 to 2, 1 mm on main scale എന്ന് പറയുന്നത് നമ്മുടെ സർക്കുലർ സ്കെയിലിൽ എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്, കറസ്പോണ്ട്സ് ടു 100 ഡിവിഷൻ. അപ്പോൾ 100 ഡിവിഷൻ, അതായത് ഇതിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് റീഡിങ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് സ്കെയിലുണ്ട്. നമുക്ക് കിട്ടിയത് ഇവിടെ എവിടെയോ ആണ്. എത്രയാണ് പറഞ്ഞത്, 52 എന്ന് വെച്ചാൽ ഏകദേശം പകുതി കൂടുതലാണ്. ഇത്രയും ഒരു വാല്യൂ ആണ് നമ്മുടെ ഇതിൽ കിട്ടിയത്. ഏതില്ല, നമ്മുടെ മെയിൻ സ്കെയിലിൽ കിട്ടിയത്. മെയിൻ സ്കെയിലിൽ കിട്ടിക്കഴിയുമ്പോൾ നോ, ഇറ്റ് ഈസ് ലെസ് ദാൻ 0. ഇത് 0 ആണ്, ഇത് 1 ആണെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയോ ഇവിടെയാണ് നമ്മുടെ റീഡിങ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് 1 mm എടുക്കാൻ പറ്റില്ല, 1-നേക്കാൾ ഇച്ചിരി കുറവാണ്. സോ വി വിൽ ഗോ ടു സർക്കുലർ സ്കെയിലിൽ നോക്കിക്കഴിഞ്ഞപ്പം ആ സർക്കുലർ സ്കെയിലിൽ നമുക്കൊരു 52 റീഡിങ് കിട്ടി. 52 mm എന്ന് പറഞ്ഞ റീഡിങ് കിട്ടി. 52 ഡിവിഷൻ, ഈ സർക്കുലർ സ്കെയിലിലെ 52 ഡിവിഷനിലാണ് നമ്മുടെ ഈ മാർക്ക് വന്ന് നിൽക്കുന്നത്. രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്ക്രൂ ഗേജിൻ്റെ വെർണിയറിൻ്റെ ഒക്കെ കണ്ടല്ലോ, ആ സർക്കുലർ സ്കെയിലിൽ നമുക്ക് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 52 ഡിവിഷൻ. സോ സർക്കുലർ സ്കെയിലിൽ 0, 52 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആക്ച്വൽ തിക്നെസ് ഓഫ് ദിസ് വയർ? അപ്പോൾ ഈ 0 ആയതുകൊണ്ട് നമുക്കറിയാം 0 ആണ്. അപ്പോൾ 0യിൽ നമുക്കൊന്നും ചെയ്യാനില്ല, എത്രയോ mm ആണ്. അപ്പം ലീസ്റ്റ് കൗണ്ട് ഓഫ് ദിസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 mm പിന്നെയും ഡിവൈഡ് ചെയ്ത് എത്രയാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സർക്കുലറിൽ. അപ്പോൾ 1 mm ഇടയ്ക്കത്തെ 100 പോയിന്റ് വരെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ലീസ്റ്റ് കൗണ്ട്. സോ ലീസ്റ്റ് കൗണ്ട് ഈസ് 1/100 mm. അതായത് മെയിൻ സ്കെയിലിൽ ഏതെങ്കിലും 2 ഡിവിഷൻ്റെ ഇടയ്ക്കുള്ള മെയിൻ സ്കെയിലിൽ ലീസ്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് എത്രയാണ്, 1 mm ആണ്. അപ്പോൾ ഇവിടെ 0 mm, ഇവിടെ നെക്സ്റ്റ് 1 mm, 2 mm, അങ്ങനെയാണ് നമ്മുടെ മെയിൻ സ്കെയിൽ കിടക്കുന്നത്. അതായത് മെയിൻ സ്കെയിലിലെ ഏതെങ്കിലും 2 ഡിവിഷൻ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 mm ആണ്. അപ്പോൾ ആ 1 mm പിന്നെയും കുഞ്ഞായിട്ട് അതിനേക്കാളും ചെറിയതായിട്ട് നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ നമ്മുടെ സർക്കുലർ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ ഇടയ്ക്കുള്ളത്, അതായത് 0 to 1 mm, ആ 1 mm പിന്നെയും ഡിവൈഡ് ചെയ്ത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 100 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 mm 1/100 mm വരെ നമുക്ക് ഇതിനകത്ത് ആക്യുറസി കിട്ടും. അപ്പോൾ 1/100 mm ആണ് ഇതിൻ്റെ ഏറ്റവും ചെറുതായിട്ടുള്ള നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി. സോ ദാറ്റ് ഈസ് അവർ ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഈ സർക്കുലർ സ്കെയിലിൽ നമുക്ക് 52 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, സർക്കുലർ സ്കെയിലിലെ 52 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52/100, അതായത് 0.52 mm ആണ്. മെയിൻ സ്കെയിലിൽ ഒന്നുമില്ല, മെയിൻ സ്കെയിലിൽ 0 എന്ന് പറഞ്ഞു. മെയിൻ സ്കെയിലിൽ 1 ആയിരുന്നു തന്നിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു 1.52 mm എന്ന് പറയായിരുന്നു. പക്ഷേ ഇവിടെ ഇല്ല. ഇപ്പോൾ അതുകൊണ്ട് 0.52 mm ആണ് ഈ കിട്ടുന്ന റീഡിങ്, ഈ കിട്ടുന്ന വയറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു റീഡിംഗ് ഇല്ല, ഐദർ മീറ്റർ ഓർ സെൻറ്റിമീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്ററിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.052 സെൻറ്റിമീറ്റേഴ്സ്. സോ ലാസ്റ്റ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? നമുക്ക് ഇൻ ബിറ്റ്വീൻ മെയിൻ സ്കെയിൽ തന്നിരിക്കുന്നത് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം, റീഡിങ്ങിൽ നിന്ന് നോക്കി. പക്ഷേ ഏതിൻ്റെങ്കിലും ഇടയ്ക്കാണെങ്കിൽ തൊട്ട് മുമ്പിലത്തെ റീഡിങ് നമ്മൾ എടുക്കുന്നു, 0 എന്ന് എടുത്തു നമ്മൾ. കാരണം ഈ 0-ൻ്റെയും 1-ൻ്റെയും ഇടയ്ക്കാണ് നമുക്ക് എന്തോ കിട്ടിയത്. ആ കിട്ടിയത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സർക്കുലർ സ്കെയിലിലേക്ക് പോകുന്നത്. ഇത് എത്രയാണെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഡിവിഷനെയാണ് ഇവരിത് കംപ്ലീറ്റ് ആയിട്ട് 100 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഈ സർക്കുലർ സ്കെയിലിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും ചെറിയ മെഷർമെൻറ്റ് 1 mm നമ്മൾ 100 ആയിട്ട് ഡിവൈഡ് ചെയ്തത്. സോ 1 in 100, 1/100 എന്ന് പറയുന്ന mm ആണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ആ ലീസ്റ്റ് കൗണ്ട് വെച്ചിട്ട് നമുക്ക് കിട്ടിയ സർക്കുലർ സ്കെയിലിൽ റീഡിങ് കിട്ടിയത് 52 ആണ്. അതുകൊണ്ട് ഇപ്പുറത്ത് 0 ആയതുകൊണ്ട് 0 തന്നെ 52 × 1/100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.52 ആണ്. then again we will go to അതിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ. ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. ബട്ട് ആ ലീസ്റ്റ് കൗണ്ടിൻ്റെ കോൺസെപ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. അത് എപ്പോഴും കൺഫ്യൂസിങ് ആണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ കൺസെപ്റ്റ് പഠിച്ചാൽ മതി.